പനത്തടി പഞ്ചായത്ത് പൊതുജന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. പനത്തടി പഞ്ചായത്ത് ഹാളിൽ വെച്ച് കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രവും താലൂക്ക് വ്യവസായ ഓഫീസ് ഹോസ്ദുർഗും സംയുക്തമായി ചേർന്ന് ഏകദിന ശില്പശാല നടത്തി. പൊതുബോധവൽക്കരണ ശില്പശാലയുടെ ലക്ഷ്യം സ്ത്രീകളുടെ കൂട്ടായ്മയെ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ട നൂതന കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തണമെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രഘുനാഥ് പറഞ്ഞു. സംരംഭകർക്ക് വേണ്ടിയുള്ള ഒരു പൊതുബോധവൽക്കരണ ശില്പശാലയാണ് നടക്കുന്നത്. കേരള സർക്കാരിന്റെ കീഴിലുള്ള വ്യവസായ വകുപ്പും അതോടൊപ്പം തന്നെ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സംരംഭകർ വളരെ ഏത് രീതിയിൽ ഈ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുതിയതായി സംരംഭത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളെ ഇന്നത്തെ ഈ ബോധവൽക്കരണ ശില്പശാലയിൽ ക്ഷണിച്ചിട്ടുണ്ട്. അവർക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ ശില്പശാലയോടനുബന്ധിച്ച് നൽകി വരുന്നുണ്ട്. പനത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മകുമാരി എം അധ്യക്ഷത വഹിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പ് പദ്ധതിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വ്യവസായ വികസന ഓഫീസർ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ അബിൻമോഹനും സേവനങ്ങളെക്കുറിച്ച് മുൻ വ്യവസായ വികസന ഓഫീസർ എൻ അശോകും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജെ ജെയിംസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുപ്രിയ അജിത്, വാർഡ് മെമ്പർ മോഹൻദാസ്, പനത്തടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോസഫ് ഡാനിയൽ, പനത്തടി ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ചന്ദ്രമതി അമ്മ എന്നിവർ സംസാരിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അലി ഇഷാദ് ഇ സ്വാഗതവും പനത്തടി ഗ്രാമപഞ്ചായത്ത് BOSP ശ്രീരാജ് MR നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.